എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വിജയലക്ഷ്മിയോട് ഗീതു പറഞ്ഞു, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണ. വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം ഭാസ്കരൻ വാ തുറക്കില്ല എന്ന് പറയണ. അല്ലെ നീ എന്ത് ചെയ്യാൻ പോവാ ഗീതു? അതൊക്കെ ഞാൻ ചെയ്തോളാം, അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. കണ്ണേട്ടന് ഒരു കാരണവശാൽ DNA ടെസ്റ്റിന്റെ ബലമൊന്നും അന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയാൻ പറ്റില്ല. കാരണം ഈ സത്യദാസ് എന്ന് പറഞ്ഞ ഭാസ്കരനോടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതിനുള്ള വഴികളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അല്ല അതിനിപ്പോ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ അവിടുന്ന് ഭാസ്കരനെ അങ്ങോട്ട് മാറ്റൂന്ന് പറയണം. മാറ്റൂന്ന് എങ്ങോട്ട്? അതൊക്കെ ഉണ്ട്, വെഡിങ് ആനിവേഴ്സറി സമയത്ത് അയാൾ അവിടെ കാണത്തില്ലെന്ന് പറയാം. ഗീതു അതുകൊണ്ട് എന്താ പ്രയോജനം? പിന്നെ ആണെങ്കിലും അയാള് കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് ചോദിക്കുക. അതിനൊക്കെ ഞാൻ പോകുമ്പോഴേ കണ്ടെത്തിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് എന്റെ അമ്മ അതൊന്നും ഓർത്ത് നെഞ്ചുവേദന വരുത്തി വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്തു. അമ്മ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. അല്ല ഗീതു, നീ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നല. അതെ, ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കും എല്ലാം നടക്കാനായിട്ട് പോന്നെ. ധൈര്യമായിട്ടിരുന്നോ വിജയലക്ഷ്മി അമ്മ, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ ഗീതു അല്ല ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി അമ്മയ്ക്ക് ധൈര്യം കൊടുത്തിട്ട് ഗീതു പുറത്തേക്ക് പോകണം. അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേനും കാഞ്ചന അങ്ങോട്ട് വരുന്നേ. കാഞ്ചന ഗീതനെ കണ്ടപ്പോഴേ പറഞ്ഞു, ഓ എന്നാലും ഗീതുപ്പാപ്പ, ആ രാധികാമാമിയുടെ നെറ്റിയുണ്ടല്ലോ, ഓ എന്റെ ദൈവമേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നില്ല ഇങ്ങനെയൊക്കെയാ, ഒളിഞ്ഞു നോക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുമെന്ന് പറയാം. അതിപ്പോ കാഞ്ചനയ്ക്കായി ആണെങ്കിലും കിട്ടുമെന്ന് പറയാം. എനിക്കിട്ടും തരുമോ ഗീതുപ്പാപ്പ? അയ്യോ, എന്നെ അങ്ങനെയും ചെയ്യില്ല, ഞാനൊന്നും ഒളിഞ്ഞു നോക്കാൻ വരുന്നില്ലെന്ന് പറയാം. ആ മര്യാദയാണോ മര്യാദ, അല്ലെങ്കിൽ കാഞ്ചന കട നെറ്റിയും ആ വിധം ഇരിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ കാഞ്ചന പറഞ്ഞു, അല്ല അത് പിന്നെ ഗീതുപ്പാപ്പ, ഞാന് വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാ. പിന്നീട് ഗീതു ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിച്ചു, അല്ല കാഞ്ചനക്ക, ആ ഗസ്റ്റ് ഹൗസിന്റെ കീ എവിടെയാന്ന് ചോദിക്കണ. അതിവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്താണെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ ആഴ്ച ഒന്ന് റൂം വൃത്തിയാക്കിയതാ. ആ എന്നാ ഒരു കാര്യം ചെയ്യാം, അതൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാൻ പറയണം. അതെന്തിനാ ഇപ്പൊ ഗീതുപ്പാപ്പ? അതെ, വിജയലക്ഷ്മി അമ്മയ്ക്ക് ഇവിടെ അങ്ങോട്ട് പിടിക്കണില്ല, ഭയങ്കര അസ്വസ്ഥ, ഒരു സ്വസ്ഥത സമാധാനം കിട്ടുന്നില്ല. അപ്പൊ അമ്മയെ അങ്ങോട്ടേക്ക് മാറ്റാന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. ഓ അങ്ങനെയാണോ? അങ്ങനെയാണോ, നല്ല സൂപ്പർ ആയിരിക്കും അത്, രക്ഷപ്പെട്ടു. പിന്നീട് കാതിര മനസ്സിൽ പറയാം, അവര് പോകുവാണെങ്കിൽ തന്റെ പണി അത്രയും കുറഞ്ഞു കിട്ടും. ഓ ഒരാളുടെ ശല്യം തീർന്നു കിട്ടിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും രേഖ അങ്ങോട്ടേക്ക് വന്നു. രേഖ വെച്ച് എന്താ ഭയങ്കര സന്തോഷത്തിനാണല്ലോ, കാഞ്ചനയ്ക്ക് കിട്ടി പണി കൊടുത്തിട്ടുണ്ട്, മിക്കവാറും ആ പണി ഇപ്പൊ തന്നെ ഏക്കുന്ന് പറയണം. പണി ഏക്കുന്നോ? അതെ, കാഞ്ചനക്കയുടെ സ്വഭാവം അറിയാലോ, എത്തേണ്ട അടുത്ത് തന്നെ ഇപ്പം കാര്യങ്ങളൊക്കെ എത്തിക്കോളും. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്ത്രം ഇറക്കിയിട്ടുണ്ടെന്ന് പറയണം. അതെ, എന്തു വന്നാലും രേഖച്ച എന്നോടൊപ്പം നിൽക്കുമല്ലോ, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഗീതുവിനോടൊപ്പം നിന്നോളാം എന്നൊക്കെ രേഖ പറയണം. ആ സമയം നേരെ കാഞ്ചന പോകുന്നേ രാധികയുടെ വരന്റെ അടുത്തേക്കാണ്. അപ്പൊ രാധികയാണ് ആകെപ്പാടെ നെറ്റി വേദന എടുത്ത് ഇങ്ങനെ ഐസൊക്കെ വെച്ചോണ്ടിരിക്കണം. വരും പറഞ്ഞു, അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അമ്മ ഒളിഞ്ഞു നോക്കാൻ പോയിട്ടല്ലേ നിൽക്കും. എടാ നീ എല്ലാടെ പറഞ്ഞു പോയി നോക്കാനായിട്ട്, എന്നിട്ട് ഇപ്പൊ കുറ്റം എന്റെ തലയിലാണെന്ന് നിൽക്കും. പിന്നെ അമ്മയുടെ അങ്ങനെ പോയി എത്തി നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞോ, മേടിച്ചു കെട്ടിക്കോ, എനിക്കെന്താ അതൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് കൊടുങ്കാറ്റ് പോലെ കാഞ്ചന അങ്ങോട്ടേക്ക് വരുന്നത്. കാഞ്ചന വന്നിട്ട്, അയ്യോ രാധികാമ്മേ, ഒരു കാര്യം പറയാണ്ടെന്ന് പറയാം. കാഞ്ചന, നീ ആദ്യം ശ്വാസം വിട്ടിട്ട് പറ, അല്ല നീ ശ്വാസം മുട്ടി ചത്തുപോകുന്നു പറയണം. അത് പിന്നെ വേറൊന്നുമല്ല, നമ്മുടെ വിജയലക്ഷ്മി മാമി ഇല്ലേ, വിജയലക്ഷ്മി മാമി ഇവിടുന്ന് പോകുക എന്ന് പറയണം. വിജയലക്ഷ്മി എങ്ങോട്ടേക്ക് പോകുന്ന കാര്യം പറയണേ? ഗസ്റ്റ് ഹൗസ് ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിടാൻ പറഞ്ഞിട്ടുണ്ട് ഗീതുപാപ്പ, അങ്ങോട്ടേക്ക് അവരെ മാറ്റുവന്ന്, അവർക്ക് ഇവിടെ പറ്റില്ലാന്ന്. ആഹാ, അത് കൊള്ളാലോ. ഇത് ഞാൻ വിശ്വസിക്കണല്ല കാഞ്ചന, സത്യമായിട്ടും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ, അല്ലാതെ കള്ളം പറഞ്ഞല്ല. ഇപ്പൊ എന്നോട് ഗീതുപാപ്പ പറഞ്ഞോളന്ന് പറയണം. ഇത് കേട്ടാ ഒരു നിമിഷം ആലോചിച്ചിട്ട് വരുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമുള്ള അമ്മയെന്ന് പറയാം. അത് ശരിയാ മോനെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. ആ വിജയലക്ഷ്മി കാരണം ഇവിടെ അല്ലേ തന്നെ മനുഷ്യരുടെ സമാധാനം ഇല്ലായിരുന്നു, അവർ പോയി കിട്ടുവാണെ രക്ഷപ്പെട്ടെന്ന് പറയണേ. കാഞ്ചന പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞതൊന്നും ആരോടും ഇപ്പൊ തൽക്കാലത്തേക്ക് പറയാനൊന്നും പോകണ്ട കേട്ടോ എന്ന് പറയണേ. ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ലെന്ന് പറയണം. ആ സമയം ഗോവിന്ദനെ കാണാനായിട്ട് അജാസും അപർണയും കൂടെ വരുവാണ്. പിന്നീട് ചോദിച്ചു, അല്ല എന്താ കാണണമെന്ന് പറഞ്ഞ അജാസ് എന്ന് ചോദിക്കുവാണേ. ചില കാര്യങ്ങളൊക്കെ പറയണ്ടെന്ന് പറയും. അല്ല അപർണയോട് അജാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? അത് പിന്നെ പറയേണ്ടതായിട്ട് വന്നു പറയണം. ഗോവിന്ദ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെയൊന്നും ഒന്നും പറയരുതെന്ന്, കാരണം അപർണയ്ക്ക് ചിലപ്പം ഗീതുവിനോട് എന്തെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിലോ. അങ്ങനെയൊന്നുമില്ല, അപർണയ്ക്ക് ഒന്നും പറയില്ല എന്ന് പറയണം. ആ തക്കരയ്ക്ക് പോയ സമയത്ത് അതിനെക്കുറിച്ചുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ. അന്നു മുതൽ അപർണയ നമ്മളോടൊപ്പം ഗീതുവിനോട് കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല, ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയണം. പിന്നീട് അജാസിനോട് ചോദിച്ചു, എന്താ അജാസ് കാണണമെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞില്ല. അത് പിന്നെ ആ തക്കള യാത്ര മുടങ്ങിയായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ അയാൾ ഭാഗവതരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും പിന്നെ അപർണയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അവിടെ തക്കലയുടെ ഭാഗവതരെ കുറിച്ച് അന്വേഷിച്ചേ.
പക്ഷേങ്കിൽ അയാളെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു കൂടെ ഉണ്ടായിരുന്ന തബല വായിക്കുന്ന ഒരാള് ഇവിടെയുണ്ട്. നമ്മുടെ ഈ സിറ്റിയിൽ തന്നെ ഉണ്ട്. നഗരത്തിലൊരു ഹോട്ടൽ നടത്തുവാന്ന് പറയണം. ഹോട്ടൽ നടത്തണം. അതെ, അയാളുടെ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പേര് മണിയയ്യർ എന്ന് പറയണം. മണിയയ്യർ എന്നുള്ള പേര് കേട്ടതും ഗോവിന്ദന് സന്തോഷമായി. മണിയയ്യർ മറ്റേ മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നത്. അവിടുത്തെ മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ ഫേമസ് ആണ്. കിട്ടി കിട്ടി, എനിക്ക് പിടികിട്ടി, എനിക്ക് നല്ല പരിചയമുണ്ടെന്ന് പറയണം. ഇത് കേട്ടവൻ അജാസ് പറഞ്ഞു, അങ്ങനെയാണ് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് പറയാം. അതെ, അമ്മേനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അറിയാം, അമ്മയുടെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അയാൾ കുറെ കാലം ആ കൂടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും അജാസ് പറഞ്ഞു, എന്നാ ശരി, നമുക്ക് വിളിക്കാന്ന് പറയണം അയാളെ. വിളിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോയി കാണാം. വിളിച്ചാൽ മതി, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവർണിക പറയണം. നമ്മൾ വിളിക്കുന്ന താമസം അയാൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. ഇതിൽ പല ഒരു സന്തോഷം ഗോവിന്ദന് കിട്ടാനില്ലായിരുന്നു. ആ സമയത്ത് ഭയങ്കര ടെൻഷനിലാണ് രാധിക. കാരണം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മിയോട് ഒന്ന് പായിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവനൊന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. അപ്പോഴേക്കും ഗീതുവിന്റെ അരിയിലേക്ക് രേഖ ഓടി വരുവാണ്. രേഖ ഓടിന്നിട്ട്, അതെ, ഒരു കാര്യമുണ്ടെന്ന് പറയാം. കാര്യം എന്താ? രാധിക അമ്മയും വരുണേട്ടനും ഒക്കെ നേരെ ഇപ്പം സത്യദാസന്റെ മുറിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയണം. മുറിയിലേക്ക് പോയോ? അതെ, ഇപ്പൊ അവരും കൂടെ പോകുന്ന ഞാൻ കണ്ടെന്ന് പറയണം. ആഹാ, അങ്ങനെയാണെങ്കിൽ അത് കൊള്ളാലോ. ഇന്നാളും അവർ ഗൂഢാലോചന നടത്തില്ല, അതുപോലെ എന്തോ ഒരു ഗൂഢാലോചന എന്ന് പറയണം. ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു, അങ്ങനെയാണെ പോയി നോക്കാന്ന് പറയണം. ആ കൂടെ രേഖയും കൂടെ വരാൻ തുടങ്ങിയപ്പോൾ ഗീത പറഞ്ഞു, വേണ്ട വേണ്ട, വെൽവിഷർ വരണ്ട, വെൽവിഷർക്ക് എന്തെങ്കിലുമൊക്കെ കണ്ണേട്ടനോട് പറഞ്ഞു കൊടുക്കാൻ തോന്നിയാലോ. എന്നാ ഗീതു ഇത്? അതെ, വേണ്ട, ശരിയാകത്തില്ലെന്ന് പറയണം. ഞാൻ പോയി സത്യദാസിനെ കാണും, സത്യദാസിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട്. ഇത് കേട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഏർപ്പെടുത്തി, ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യങ്ങളാ, അല്ലെങ്കിൽ ഗോവന്ദൻ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യവും ഗീതുവിന് മനസ്സിലുള്ളതെന്ന് ചോദിക്കുക. അതൊക്കെ ഉണ്ട്, അതൊക്കെ രഹസ്യം, അത് പറയേണ്ട സമയത്ത് പിന്നീട് പറയാം. ഇപ്പൊ തൽക്കാലത്തേക്ക് എന്നെ വെൽവിഷർ ഒന്നും അറിയണ്ടെന്ന് പറയണം. ഇത് കേട്ടതും രേഖയൊന്ന് ചിരിച്ചു. പിന്നീട് അവരങ്ങനെ മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. രേഖയോട് ഇവിടെ നിന്നോളം പറഞ്ഞ് രേഖയുടെ അവിടെ മാറ്റി നിർത്തുവാണ്. ഗീതു പോയി ഇങ്ങനെ സൈഡിൽ പിന്നെ ചെവി വട്ടം കുറിപ്പിച്ച് വയ്ക്കുക. എന്തെങ്കിലും അകത്ത് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി കഥ തുറന്ന് അകത്തേക്ക് ചെല്ലണം. അവരെന്തോ ഗൂഢാലോചന നടത്തുവാണ്. ആ സമയത്ത് കാഞ്ചന അങ്ങോട്ട് കാഞ്ചന ഒന്നിയുമ്പോഴത്തേനും ഗീതു ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ അകത്ത് എന്താ സംസാരിക്കുന്നത് കേൾക്കേണ്ട ഒളിഞ്ഞു നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ഓഹോ, അതാണ് കാര്യം. കാഞ്ചന പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയപ്പോൾ രേഖ ആ കയ്യിലേക്ക് കയറി പിടിച്ചു. എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. കാഞ്ചനയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല. മര്യാദയ്ക്ക് അവിടെ നിന്നു, അങ്ങോട്ടെങ്ങാനും പോയാലുണ്ടല്ലോ എന്ന് ചോദിക്കണം. ആ സമയം ഗീത തിരിഞ്ഞു നോക്കിയപ്പോൾ കാഞ്ചന രേഖ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഗീതു അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞ്, കാഞ്ചനക്ക അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം, മിണ്ടാതെ പറഞ്ഞു കേട്ടല്ലോ. പിന്നീട് രേഖയോട് പറഞ്ഞു, ആരെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം, ആര് വന്നാലും എന്നോട് പറയണം എന്നൊക്കെ പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. ഗീത നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയണം. അങ്ങനെ ഗീതു എന്ത് ചെയ്യണം, അവസാനം കതവ് തുറന്ന് അങ്ങോട്ടേക്ക് കയറുവാണ്. കതവ് തുറന്ന് സത്യാസിന്റെ മുറിയിലേക്ക് കയറുവാണ്. ഈ സമയത്ത് രാധിക വരണം അവരൊക്കെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, അവര് വലിയ വലിയ ചർച്ചകളിലായിരുന്നു. അനാർക്കലിയുടെ മോൾ ആരാന്നുള്ള സത്യങ്ങൾ ഇനിയെങ്കിലും പറയാനൊക്കെ പറഞ്ഞുകൊണ്ട് സത്യാസനെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു രാധിക. ആ സമയത്താണ് ഗീതു അങ്ങോട്ടേ ഇരുന്നത്. ദൈവമേ, ഇനിയിപ്പോ തങ്ങൾ പറഞ്ഞ വർത്താനമൊക്കെ കേട്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ഗീതയോട് ചോദിച്ചു, അല്ല ഗീതു എന്താ ഇവിടെ? അല്ല രാധികാമ്മ വരണിട്ട് എന്താ ഇവിടെ? ഓ, നിങ്ങൾ ഫാമിലി മാറ്റർ ചർച്ച ചെയ്യുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. മനസ്സിലൊരു വെള്ളിടി വെട്ടി സത്യാസിന്റെ. ആ സമയത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് വരുമ്പോൾ, എന്ത് ഫാമിലി മാറ്റർ? ഞങ്ങൾക്ക് അങ്ങനെ ഫാമിലി മാറ്റർ ഒന്നും ഇല്ലെന്ന് പറയണം. എന്നാലും എന്ത് കാര്യമായിരിക്കും, ആരെ തട്ടാനുള്ള കാര്യമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുക. രാധിക പറഞ്ഞു, അത് നിന്റെ സ്വഭാവം അല്ല എനിക്കെന്നൊക്കെ പറയണം. അതെ അതെ, അതെനിക്ക് മനസ്സിലായ കാര്യം എന്നൊക്കെ പറയാം. ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാൻ പറയണം. എന്തിന്? എനിക്ക് മിസ്റ്റർ സത്യദാസനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണെന്ന് പറയും. ഇത് കേട്ടപ്പം രാധിക വരുണ്ണ നോക്കി ഇവിടെ നിൽക്കുന്ന പന്തിയെല്ലാം തോന്നി. രണ്ടുപേരും കൂടെ മുറിക്ക് പുറത്തേക്ക് വന്നിട്ട് നിൽക്കുകയാണ്. ഒളിഞ്ഞു നോക്കാന്ന് കയറി നിൽക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്ന രേഖയും കാഞ്ചനയും കൂടെ. കാഞ്ചന അങ്ങോട്ടേക്ക് ഓടി വന്നു. ഇവിടുന്ന് പൊക്കോ മാമി, ഇവിടെ നിന്നിട്ടാണെങ്കിൽ രക്ഷയില്ല, അറിയാലോ. ഇവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാനാ ഭാവമെങ്കിൽ അന്ന് ശരിയാവുന്ന കാര്യമില്ലെന്നും പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും കൂടെ അവിടുന്ന് ഓടിക്കുവാണ്. ആ സമയം ഗീതു സത്യദാസിന്റെ അരിയിലേക്ക് വന്നു. സത്യദാസിന്റെ അരിയിൽ ചെന്ന് ചോദിച്ചു, അല്ല എന്ത് പറ്റി, മുഖത്തൊരു പരിഭ്രമം ഉള്ളതെന്ന് പറയാൻ. ഒന്നുമില്ലാന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല എന്തിനായി വയസ്സനായി വൃത്തനെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ഓ, കണ്ണൊക്കെ കാണാതിരിക്കാൻ പറ്റുന്ന ആളല്ലേ, ഞാൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന കരുതി ഇങ്ങോട്ട് വന്നേന്ന് പറയാം. അല്ല മോളെന്താ വന്നതിന്റെ കാര്യം പറഞ്ഞില്ല? അതെ, ഞാനൊരു കഥ പറഞ്ഞു തരാന്ന് പറയാണ്. കഥയോ? അതെ, മുമ്പ് ഈ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഒരു അനാർക്കലി എന്ന് പറയുന്ന സ്ത്രീ നടക്കുന്നുണ്ടായിരുന്നു. അനാർക്കലിയുടെ കൂടെ കൂടിയിട്ട് ഈ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഭാസ്കരൻ, ഒരു ഊച്ചാളി ഭാസ്കരൻ എന്ന് പറയണം. സത്യാസ് ഞെട്ടി. അയാൾ അത്രയ്ക്ക് വൃത്തിയോട്ടനായതുകൊണ്ടാണ് എല്ലാവരും അയാൾക്ക് ഊച്ചാളി ഭാസ്കരൻ എന്ന് പേരിട്ട് തന്നെ. പക്ഷേങ്കിൽ അയാൾ ഈ അറക്കൽ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട്
പല പ്രവർത്തികളും ചെയ്തു കൂട്ടി. അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പം മാധവമേനോനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊന്ന് കെട്ടിത്തൂക്കി. അത് ആത്മഹത്യയാക്കി മാറ്റുകയോ ചെയ്തേ. അതൊക്കെ പുറലോകം അറിയില്ലെന്നാണ് അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ അധികം വൈകാതെ തന്നെ അറിയൂന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം സത്യാസ് ചോദിച്ചു, അല്ല ഇതൊക്കെ എന്തിനാ മോളെ എന്നോട് പറയണമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, നിങ്ങൾക്ക് അറിയത്തില്ലേ എന്തിനാന്നല്ലേ, നിങ്ങളല്ലേ ഊച്ചാളി ഭാസ്കരൻ എന്ന് ചോദിക്കണം. ഭാസ്കരനോ? അതെ, നിങ്ങൾ ഊച്ചാളി ഭാസ്കരനല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടത് സത്യാവസ്ഥ പറഞ്ഞു, ഞാനൊന്നും അല്ലെന്ന് പറയാം, വെറുതെ കള്ളത്തരം പറയണ്ട. തന്റെ സർവ്വ രേഖകളും എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാം മനസ്സിലായി. താൻ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എല്ലാ കാലവും എല്ലാരും പറ്റിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാന്നോ? ഒരിക്കലും ഇല്ല. തന്റെ പേര് ഊച്ചാളി ഭാസ്കരനാന്നും താൻ രാധികയുടെ മുൻ ഭർത്താവാന്നുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കണേന്ന് പറയണം. ഇത് കേട്ടത് സത്യദാസുനെ പറഞ്ഞു, അയ്യോ അത് പിന്നെ മോളെ ഞാൻ പെട്ടെന്ന് ഗീത അടുത്തേക്ക് വന്നു. കണ്ണടയിൽ നിന്ന് കണ്ണടയും കൂടെ ഊരി. അല്ല ഇതിന്റെ പവർ എത്രയാന്ന് ചോദിക്കുക. അതെനിക്ക് അറിയത്തില്ല, ഫുൾ പവറാന്ന് പറയണം. ആണോ? ഗീത നിലത്തേക്ക് ഇട്ടു. 2 ചവിട്ട് കൊടുത്ത് കണ്ണാടി അങ്ങോട്ട് ഞെരിച്ചു പൊട്ടിക്കുവാണ്. ഈ സമയത്ത് ഭാസ്കരൻ, മോളെ നീ എന്താ കാണിച്ചേ? എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല അതില്ലാതെ. അതെ, തൽക്കാലത്തേക്ക് കണ്ണ് കാണണ്ട. അറിയാലോ, കണ്ണ് കാണാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്ക്. അത് തന്നെ ആദ്യം നടക്കട്ടെ എന്നൊക്കെ പറയണം. സത്യദാസ് പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. മനസ്സിലായി തന്റെ കള്ളക്കളികളെല്ലാം പൊളിഞ്ഞെന്ന്. ഇനിയിപ്പോൾ ഇവരുടെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റില്ല. പിടിച്ചേക്കാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ തീരുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.